പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടി ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന നല്ല ദിവസങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വിശേഷാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയും മറ്റും ഈ വചനം ശ്രമിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ പശ്ചാത്തലങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വിശേഷാൽ കോവിഡാനന്തര കാലഘട്ടങ്ങളിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടങ്ങളിൽ മീഡിയ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിപ്പാനൊക്കെ വണ്ണം സഭകളെയും വ്യക്തികളെയും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. ചില വർഷങ്ങൾ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാൻ ദൈവം അവസരം തന്നു. അനേക വേദ വിദ്യാർത്ഥികളെ വാർത്തെടുപ്പാനൊക്കെ വേണം തൻ്റെ ദാസനെ കേരളത്തിലും മറ്റ് പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി കർത്താവിനെ നന്ദി അർപ്പിക്കുന്നു. വിശേഷാൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നൊരു വാർത്തെടുക്കുക എന്നുള്ളതാണ് തൻ്റെ ദാസൻ്റെ ദൗത്യം. അതിൽ വളരെ വിശ്വസ്തയോടെ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിപ്പാനൊക്കെ വേണം കർത്താവ് കൃപ നൽകുന്നല്ലോ. ഇന്നത്തെ ലളിതമായ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിപ്പാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ ഉള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 57 to 62. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കൊടുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തരോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനവനോട്, മരിച്ചോർത്തവിടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരുടെ യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. ഈ സന്ധ്യയെങ്കിൽ എന്നെ പ്രചോദിപ്പിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത് ശിഷ്യത്വം എന്ന സബ്ജക്റ്റാണ്. ശിഷ്യത്വം എന്നാൽ യേശുവുമായുള്ള ബന്ധത്തിൽ പ്രവേശിക്കുക, അഥവാ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ഈ കാലഘട്ടങ്ങളിൽ യേശു ആവശ്യപ്പെടുന്നത്, അഥവാ ദൈവം ആവശ്യപ്പെടുന്നത് ശിഷ്യന്മാരെയാണ്. കേവലം വിശ്വാസികളായി ഒരു സഭയിൽ ഒതുങ്ങിക്കൂടിയിരിപ്പാനല്ല, 4 ചുവറിന് ഉള്ളിൽ ഇരിപ്പാൻ വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ, കർത്താവിന് വേണ്ടി ധീരസാക്ഷികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ മക്കളെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷനിൽ യേശു വ്യക്തമായി പറയുന്നുണ്ട്,
തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിത്തീരണമെന്ന്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലർ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തിലുള്ള നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ ശിഷ്യനായിത്തീരുക, ശിഷ്യത്വത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ആ വലിയ ആഗ്രഹം, ദൈവത്തിൻ്റെ വലിയ പ്ലാൻ. നാം വായിച്ച ഒരു ഭാഗത്ത് നാം കാണുന്നത്, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവരാജ്യ സന്ദേശ നിർവഹണത്തിന് വേണ്ടി 12 അടിമ ശിഷ്യഗണങ്ങളെ തിരഞ്ഞെടുത്തതായി കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പ്രേക്ഷിത വേലയിൽ യേശുവിന്റെ വായിലെ തെരുമുകൾ കേൾക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് മുന്നേറുവാനും ഒക്കെ ദൈവം അവർക്ക് അവസരം കൊടുത്തു. യേശുവും ശിഷ്യഗണങ്ങളും കൂടെ ഇങ്ങനെ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. വളരെ ആവേശത്തോടാണ് ഈ വ്യക്തി യേശുവിനെ സമീപിക്കുന്നത്. എന്നാൽ യേശു വ്യക്തമായി പറയുന്നുണ്ട്, തന്നെ അനുഗമിക്കുന്നവർ ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇദ്ദേഹം പറയുന്നത്, എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതി കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. മനുഷ്യപുത്രനെ തലചായ്പാൻ സ്ഥലമില്ല. ഈ ലോകത്തിലെ കുറുനരികൾക്ക്, ആകാശത്തിലെ പറവകൾക്കെല്ലാം അതിൻ്റെതായ പാർപ്പിടങ്ങളുള്ളപ്പോൾ, സാക്ഷാൽ ദൈവമായിരുന്നവൻ ദൈവപുത്രനായി ലോകത്തിലേക്ക് അവതരിച്ചപ്പോൾ തനിക്ക് ലോകപ്രകാരം തലചായ്പാൻ സ്ഥലമില്ല എന്നാണ് യേശു രേഖപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രേക്ഷിത വേലയിൽ അന്യന്റെ പടകിൽ യാത്ര ചെയ്തു. അന്യന്റെ വാഹനം താൻ ഉപയോഗിക്കുന്നു, വാഹനമൃഗം ഉപയോഗിക്കുന്നു. അരിമത്ഥ്യ യോസഫിന്റെ കല്ലറയിൽ താൻ അടക്കം ചെയ്യുന്നു. തനിക്ക് സ്വന്തമായിട്ട് ലോകപ്രകാരം ഒന്നുമില്ലായിരുന്നു. ഇവിടെ യേശു പഠിപ്പിക്കുന്നത്, യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് ചിലർ നേടുക എന്നുള്ളതല്ല, ചിലർ ഉപേക്ഷിക്കുകയാണ്. എന്നെ പലപ്പോഴും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പൗലോസ് അപ്പോസ്തലൻ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തുവിനെ പിടിക്കപ്പെട്ട് യേശുവിന്റെ ദൗത്യ നിർവഹണത്തിനായി ഇറങ്ങിത്തിരിച്ച വ്യക്തിത്വം. തന്നെ പറ്റി പലതും പല ദൈവശാസ്ത്രങ്ങൾ പറയാറുണ്ട്. ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, വളരെ സ്റ്റാറ്റസ് ഉള്ളവൻ, ധനമുള്ളവൻ, പദവിയുള്ളവൻ, പവറുള്ളവൻ. പക്ഷേ യേശുവിനെ
അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവ ഇഷ്ടമായിരുന്നു തന്റെ ജീവിതത്തിൽ പ്രാധാന്യമായി കരുതിയത്. യേശു നിമിത്തം ത്യജിക്കുവാൻ, യേശു നിമിത്തം എന്തും ഏതുമായി തീരുവാൻ പൗലോസ് തയ്യാറായി. തന്റെ അവസാന ലേഖനമായ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ താൻ പറയുന്നുണ്ട് തന്റെ സമ്പാദ്യം എന്തൊക്കെയാണെന്ന്. ഒരു പുതപ്പും വിശേഷ ചമ്രലിഖിതകളും മാത്രം. അപ്പോൾ യേശു നിമിത്തം എല്ലാം ത്യജിക്കുവാൻ തയ്യാറായ ധന്യനായ പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, എല്ലാവരും താൻ വീട്ടിലേക്ക് പോയപ്പോൾ യേശുവോ ഒലിവുമലയിലേക്ക് പോയി. പറഞ്ഞാൽ തനിക്ക് പാർക്കുവാൻ ഒരു സ്വന്തം പാർപ്പിടം പോലും ഇല്ലാതിരുന്ന കോൺസ്റ്റൽ യോസഫിന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ലോകത്തെ രക്ഷിക്കുവാൻ, മാനവജാതി രക്ഷിക്കുവാൻ വേണ്ടി സകലവും ഒഴിഞ്ഞു വച്ച കർത്താവിനെയാണ് കാണുവാൻ കഴിയുന്നത്. യേശുവോട് പറയുന്നു, കൊടുതരികൾ കുഴിയും ആകാശത്തിലെ പറവജാതി കൂടുകൊണ്ട് മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്ന ഒന്നാമത്തെ കാര്യം, ശിഷ്യത്വം എന്ന് പറയുന്നത് നേടുന്നതല്ല, ത്യജിക്കുന്നതാണ്. ഇവിടെ കാണുന്നു, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട് മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഒന്നാമത്തെ വ്യക്തി ആഗ്രഹത്തോടെ വരുന്നു, വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. നോക്കുമ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമർപ്പണമുള്ള വ്യക്തി. പക്ഷേ ദൈവരാജ്യത്തിന്റെ സന്ദേശത്തിന്റെ കാതൽ അഥവാ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ കാതൽ താൻ കേട്ടപ്പോൾ താൻ അടങ്ങിപ്പോകുന്നു. രണ്ടാമത്തെ വ്യക്തിയോട് യേശു പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. പക്ഷേ അവൻ പറയുന്നു, മുമ്പേ ഞാൻ പോയി എൻ്റെ അപ്പനെ കുടിച്ചിട്ട ശേഷം നിന്നെ അനുഗമിക്കാം. രക്തബന്ധങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കേണ്ടെന്നല്ല യേശു പറയുന്നത്. എന്നാൽ യേശു പറയുന്നത് മരിച്ചവരെ കുഴിച്ചിടട്ടെ. അവരുടെ സന്ദേശത്തിലെ പൊള്ളയായ കാര്യങ്ങൾ യേശു നന്നായി മനസ്സിലാക്കി. അദ്ദേഹം നോക്കുമ്പോൾ ന്യായപ്രമാണം അക്ഷരപ്രതി ആചരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് വീക്ഷിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ന്യായപ്രമാണമെല്ലാം പാലിച്ചിട്ട്, അഥവാ പ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ട് യേശുവിനെ അനുഗമിക്കാമെന്നാണ് താൻ പറയുന്നത്. ന്യായപ്രമാണത്തിലെ ചില ചട്ടങ്ങൾ യേശു അനുഗമിപ്പാൻ തടസ്സമായി നിൽക്കുന്നു. എന്നാൽ യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശുവിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. ബാക്കി ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം സെക്കൻഡറി ആയിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. സബദി മക്കളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. സബദി മക്കൾ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ രക്തബന്ധങ്ങൾ തടസ്സമായിരുന്നില്ല. രക്തബന്ധങ്ങളെക്കാൾ ഉപരി യേശുവിൻ്റെ വാക്കിന് മുമ്പാകെ
യേശുവിനെ അനുഗമിച്ച സഹോദര മക്കളെ കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം നോക്കുമ്പോൾ കാണുന്നത്, അവൻ ഗലീലപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശുവോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. 1-ാമത് നോക്കുമ്പോൾ ശീമോനെ, അവന്റെ സഹോദരൻ അന്ത്രയോസിനെ കാണുന്നു. വല വീശുന്നത് കാണുകയാണ്. യേശു വിളിക്കുന്നു, നിങ്ങൾ എന്നെ അനുഗമിപ്പി. യേശു പ്രോമിസ്, നിങ്ങളിങ്ങനെ മീൻ പിടിച്ച് നടക്കേണ്ടവരല്ല, എന്റെ പിന്നാലെ കടന്നു വന്നാൽ നിങ്ങൾ മനുഷ്യരെ പഠിക്കുന്നവരായിത്തീരും. യേശുവിന്റെ ആ വിളിയുടെ മുമ്പാകെ, യേശുവിന്റെ ആ കോളിന് മുമ്പാകെ അവർ സമർപ്പിക്കുന്നു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. ഒരു ഫിഷർമാനെ സംബന്ധിച്ച് വല, പടമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരഷ്ടിക്കുള്ള വക കിട്ടുവാൻ ഇതൊക്കെ പര്യാപ്തമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വലയും പടകമൊക്കെ. പക്ഷേ യേശുവിന്റെ വിളിയുടെ മുമ്പാകെ വല വിട്ട് പത്രോസും തന്റെ സഹോദരനായ അന്ത്രയോസും യേശുവിനെ അനുഗമിക്കുന്നു. അഥവാ യേശുവിന്റെ വാക്കിന് മുമ്പാകെ പ്രയോറിറ്റി യേശുവിന് കൽപ്പിച്ചുകൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നു. അവിടുന്ന് മുൻപോട്ട് ചെന്നപ്പോൾ, അല്പം കൂടി ചെന്നപ്പോൾ, സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. പ്രതീക്ഷയോടുകൂടി വല നന്നാക്കുന്നു. അടുത്ത ദിവസം വല വീശാൻ പോകുവാൻ തക്കവണ്ണം തയ്യാറെടുപ്പ് അവർ എടുക്കുന്നു. ഉടനെ അവരെ വിളിച്ചു. അപ്പനായ സബദിയെ കൂലിക്കാരോടുകൂടി പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. നോക്കി, അപ്പനെ കൂലിക്കാരോട് പടകിൽ വിട്ടിട്ട് യേശുവിന്റെ വാക്കിന് മുമ്പാകെ അനുഗമിക്കുന്ന സബദി മക്കളെയാണ് കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്ട പഠിപ്പിക്കുമ്പോൾ എന്നെക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ ഭാര്യയോ സഹോദരന്മാരെയോ ഒന്നും സ്നേഹിക്കാത്തവൻ എന്റെ ശിഷ്യനരിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ രക്തബന്ധങ്ങളെക്കാളുപരി യേശുവിനെ സ്നേഹിക്കണമെന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് 21-ാമത്തെ വാക്യത്തിൽ മറ്റൊരു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ആദ്യം പോയി വീട്ടിലോട് യാത്ര പറഞ്ഞ ശേഷം ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച ശേഷം ഞാൻ നിന്നെ അനുഗമിക്കാം. എന്നാൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നിൽക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി, ഏലിശ എന്ന വ്യക്തി, ദൈവഭാഗത്ത് കടന്നുവിടുന്ന ചിത്രം നമുക്ക് നന്നായിട്ട് അറിയാം.
ശക്തരായ പ്രവാചകന്മാരായിരുന്നു ഏലിയാവും എലീശയും. ഏലിയാവിന് ശേഷം തന്റെ ബാറ്റൺ എലീശ കൈമാറുന്ന രംഗം നമുക്ക് പഠനത്തിൽ കാണുവാൻ കഴിയുമല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എലീശ ദൈവവേലയ്ക്ക് വേണ്ടി പ്രവാചക ദൗത്യത്തിൽ വേർതിരിക്കുന്ന വിശുദ്ധ കാണുവാൻ കഴിയും. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 19 വാക്യങ്ങളിൽ, അങ്ങനെ അവർ അവിടുന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. ഇവിടെ കാണുന്നു, അവൻ 12 കാളപ്പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. നല്ലൊരു കൃഷിക്കാരൻ. പല കാളകൾ അഥവാ കൃഷിയിടങ്ങളൊക്കെ തനിക്കുണ്ടായിരുന്നു. നേർപ്രകാരം നോക്കുമ്പോൾ അവന് അന്നത്തെ മാന്യമായ ലെവലിൽ ജീവിക്കുന്ന വ്യക്തിത്വമാണ്. ഇവിടെ കാണുന്നു 12ാമത്തെ ഇതോടുകൂടി താൻ തന്നെയായിരുന്നു 12ാമത്തെ ആ കാള പൂട്ടുന്ന ആ കലപ്പിയുടെ താൻ തന്നെയായിരുന്നു. നിങ്ങൾ കാണുന്ന ഏലിയാവ് അവന്റെ അടുക്കൽ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ സമർപ്പണത്തെ സൂക്ഷിക്കുന്ന ഏലിയ പ്രവാചകൻ തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. ഇവിടെ കാണുന്നത്, അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. പുതപ്പ് അവന്റെ മേലിട്ടപ്പോൾ കാളയെ വിട്ടിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഇവിടെ കാണുന്നു, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. അപ്പനെ അമ്മയെ ചുംബിച്ച ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം, അഥവാ മിനിസ്ട്രിക്ക് വേണ്ടി വേർതിരിക്കുക. പക്ഷേ ഇനി പറയുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തുവെന്ന് നീ ഓർത്തുകൊള്ളണം. ഇവിടെ കാണുന്നത് ഏലിയാവിന്റെ പോയി ഒരു വീട്ടിൽ ചെന്ന് ഒരേ കാളയെ പിടിച്ചറുത്ത് മരക്കോപ്പൂടെ മാംസം പാചകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. ഏലിയാവിന്റെ വാക്കിന് മുമ്പാകെ ആ വിളിയെ മറക്കാതെ ഭവനത്തിൽ ചെന്ന് ഒരു കാളയെ പിടിച്ചറുത്ത് കാളയുടെ മരക്കോപ്പൂടെ മാംസം പാചകം ചെയ്തു, ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവർ എഴുന്നേറ്റ് ഏലിയാവിന് പിന്നാലെ ചെന്ന് അവനെ ശുശ്രൂഷകനായി തന്നു. അവർ ജീവിതത്തിൽ മുൻഗണന ആയിരുന്ന ആ കാളയെ വിട്ടുകൊണ്ട് ആ മരക്കോപ്പൊക്കെ തീയിൽ ചാമ്പലായതോ പാചകത്തിനായി ഉപയോഗിച്ച ശേഷം പൂർണ്ണ സമർപ്പണത്തോടെ അനുഗമിച്ച ഏലീശയാണ് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ബാലിസ്യ പ്രിയപ്പെട്ടവരെ, യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് തടസ്സം എന്താണുള്ളത്? നമ്മുടെ രക്തബന്ധങ്ങളാണോ? നമ്മുടെ ചില പാരമ്പര്യങ്ങളാണോ? നമ്മുടെ ചില പദവികളാണോ എന്ന് ശാന്തമായി ചിന്തിക്കാം. അടുത്ത കാലത്ത് നാട്ടിൽ വെച്ച് സുവിശേഷം അറിയിച്ചപ്പോൾ എന്നോട് ഒരു പിതാവ് പറഞ്ഞത്, ഭാഷ ഇറങ്ങി തിരിച്ചാൽ പലതും വിടേണ്ടി വരും, അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ വൈമനസ്യമാണ്. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്,
ഇന്നിൻ്റെ പശ്ചാത്തലമാണ്. പക്ഷേ പൂർണ്ണമായി ഇറങ്ങിത്തിരിച്ചാൽ പലതും വിടേണ്ടി വരും. ഒരു മാതാവ് പറഞ്ഞത്, അയ്യോ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ എൻ്റെ മകളുടെ കല്യാണം എങ്ങനെ നടക്കും? പലതും ചിന്തിച്ച കെട്ടപ്പെട്ട അവസ്ഥയിൽ പലരും ആയിരിക്കുമ്പോൾ യേശു ആവശ്യപ്പെടുന്നത് ഒരു പൂർണ്ണ സമർപ്പണമാണ്, ഒരു പൂർണ്ണ അനുസരണമാണ്. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, ഏറിയ പുരുഷാരം അവരോട് പോകുമ്പോൾ അവർ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശു ആയിരിക്കണം മുൻഗണന, യേശു ആയിരിക്കണം പ്രയോറിറ്റി. ചില കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ മാത്രമേ യേശു യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ കഴിയുള്ളൂ. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം. ദൈവവിളി കേട്ടപ്പോൾ പലതരം വിട്ടെഴുതി തിരിപ്പാൻ തന്നെ തയ്യാറായി. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളോട്, അവിടുത്തെ മണ്ണിനോട്, അവിടുത്തെ പശ്ചാത്തലത്തോട് വളരെ ഇടപഴകിയ ഒരു ജീവിതമായിരുന്നു അബ്രഹാം കഴിച്ചത്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വിളിയുണ്ടായപ്പോൾ താൻ ചെയ്ത കാര്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ലീവ് ആൻഡ് ഗോ. ആരൊക്കെയ? നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോക, ഞാൻ പറയുന്നിടത്തേക്ക് പോകാൻ അബ്രഹാം പറയുന്നു. ലീവ് ആൻഡ് ഗോ, വിടുക, പോകാം. പക്ഷേ അവിടെ കാണുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നിന്നെ അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്റെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. പോകാൻ പറഞ്ഞപ്പോൾ മറുതലിക്കാതെ രക്തബന്ധങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് കൽപ്പന അനുസരിപ്പാൻ തയ്യാറായ അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ചില പ്രോമിസുകളും ദൈവം തന്നോട് പറഞ്ഞതെല്ലാം നിവർത്തീകരിക്കുന്ന അനുഭവം ഉണ്ടായതായി കാണുവാൻ കഴിയുന്നത് വില കൊടുക്കുവാൻ, അനുസരിപ്പാൻ അബ്രഹാം തയ്യാറായി. ഇവിടെ യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ പറയും, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവം നമുക്ക് ഓരോ കുരിശുകൾ തന്നിട്ടുണ്ട്. ആ കുരിശെടുത്തുകൊണ്ട്, യേശു എടുത്ത് കുരിശ് നമുക്ക് എടുക്കാൻ കഴിയുക, യേശുവിന് മാത്രം എടുക്കാൻ കഴിയുള്ളൂ. മാനവജാതി രക്ഷിക്കാൻ വേണ്ടി യേശു ക്രൂശിൽ കയറുന്നാൽ ജീവിതയാത്രയിൽ പല കുരിശുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പല കഷ്ടപ്പാടുകളുണ്ട്, പല ഒറ്റപ്പെടലുണ്ട്, പല വേദനയുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യേ അതെടുത്തോട് യാത്ര ചെയ്യുന്നവരായിരിക്കണം യഥാർത്ഥ ശിഷ്യൻ. ഒരിക്കൽ
ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു, യേശുവേ, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന കുരിശ് ഭയങ്കര ഭാരമുള്ളതാണ്. ആ ചിന്തകന് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ഒരു കൗണ്ടറൊക്കെ ഇട്ടിരിക്കുകയാണ്. താൻ ഒരു കുരിശൊക്കെ ചുമന്നുകൊണ്ടിരുന്ന് യേശു കംപ്ലൈൻറ്റ് പറയുന്നു, നീ തന്ന കുരിശ് ഭയങ്കര ഭാരമുള്ളതാണ്. യേശു പറഞ്ഞു, നിനക്ക് വഹിക്കാൻ കുരിശേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ വീണ്ടും അവൾ കംപ്ലൈൻറ്റ് പറയുക, കർത്താവേ, എനിക്ക് വഹിപ്പാൻ വയ്യ, ഭയങ്കര ഭാരമുള്ളതാണ്. യേശു പറഞ്ഞു, അടുത്ത റൂമിൽ പോയി ഒരു ബോക്സ് ഉണ്ട്, ഒരു വലിയ ബോക്സ്, അതിന് ചില കുരിശിന് ഇഷ്ടമുള്ള കുരിശൊക്കെ നോക്കണം പറഞ്ഞു. താൻ തൻ്റെ കുരിശെടുത്ത് ആ ബോക്സിൽ ഇട്ടിട്ട് ശേഷം മാറി മാറി ഓരോ കുരിശെടുത്ത് നോക്കി, ഇതിനേക്കാൾ ഭയങ്കര ഭാരമാണ്. യേശു നോക്കിയപ്പോൾ ആ പഴയ കുരിശെടുത്തോണ്ട് താൻ വിടുന്നു. യേശു ചോദിച്ചു, എന്തു പറ്റി? നീ കൊണ്ടുപോയ കുരിശ് നിങ്ങൾ കൊണ്ടിരുന്നു. താൻ പറഞ്ഞു, കർത്താവേ, മറ്റു കുരിശല്ല, ഇതിനേക്കാൾ ഭാരമുണ്ട്, ഇതാ എനിക്ക് നല്ലത്. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ കണ്ട് നമ്മൾ ഭാരപ്പെടുകയാണ്, നമ്മൾ വേദനിക്കണം. പക്ഷേ യേശു പറയുന്നു, തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവോട് പറയുന്നുണ്ട്, ഇതിന് വില കൊടുക്കണം. ഈ കുരിശ് ചുമന്ന ശേഷം പരിഹാസപാത്രമായി തീരുവാൻ പാടില്ല. രണ്ട് കാര്യങ്ങൾ യേശു ലൂക്കോസ് പറയുന്നുണ്ട്. 14-ാം അധ്യായം, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് പറഞ്ഞേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാന് വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അഥവാ ഗോപുരം പണിയുവാൻ ആഗ്രഹിച്ചാൽ അത് ഫിനിഷ് ചെയ്യണം. ഇടകൊഴിച്ച് പണി നിർത്തി പരിഹാസപാത്രമായി തീരുവാൻ പാടില്ല എന്ന് യേശു പറയുന്നത്. വീണ്ടും പറയുന്നു, അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ അയച്ച് സമാധാനത്തിനായി വീക്ഷിക്കുന്നു. നോക്കി, തീർക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ പണിയാൻ പുറപ്പെടാവൂ. വിജയിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ യുദ്ധത്തിനായി ഒരുമ്പെടാവൂ. യേശുവിനോട് പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിറ്റുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ താലോലിക്കുന്നതിനെ, നമ്മൾ വില കൽപ്പിക്കുന്നതിനെ വിടുവാൻ തയ്യാറായാൽ, യേശുവിന്റെ ശബ്ദത്തിനു മുമ്പാകെ ഇറങ്ങുവാൻ തയ്യാറായാൽ, ആ ജീവിതം ഫലപ്രദമായി തീരും, ദൈവപ്രസാദമായി തീരും. യേശു പറയുന്നു, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോ ഒന്നുകൊണ്ട് അതിന് രസം വരുത്തും, പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളാവുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപ്പിന്റെ രസം, അതിലാണ് ഉപ്പിന്റെ തനിമയിരിക്കുന്നത്. കാരമില്ലാത്ത ഉപ്പ് കൊണ്ട് യാതൊരു കാര്യമില്ല. ഉപ്പിനെ പറ്റി പഠിക്കുമ്പോൾ അത് രുചിപ്പിക്കുന്നതാണ്, സൗഖ്യദായകമാണ്. മറ്റു പലതും ചീഞ്ഞു പോകുന്നതിനെ രക്ഷിക്കുന്നതാണ്. ശിഷ്യത്വത്തിൽ തനിമയുണ്ടെങ്കിൽ മാത്രമേ ശിഷ്യനായിരിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ശിഷ്യരുടെ യുദ്ധത്തിൽ കൂടി ഏറ്റവും ചെയ്യേണ്ട കാര്യം കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിൻ്റെ വചനത്തിനൊത്ത് ജീവിക്കുക, കർത്താവിൻ്റെ സന്ദേശവാഹകനായി എവിടെ പോകേണ്ടി വന്നാലും അവിടെ പോകുവാൻ വേണ്ടിയാണ് യേശു ശിഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നത്. സീറ്റിസ്റ്റഡ് പറയുന്നു, ഒരേ ഒരു ജീവിതം
അത് വേഗം തീർന്നു പോകും. ദൈവത്തിന് വേണ്ടി ചെയ്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ഉന്നതമായ വിളി നമുക്ക് നൽകി ദൈവം വിളിച്ചിരിക്കുകയെന്നാൽ ആ വിളിയോട് നമ്മൾ കമ്മിറ്റഡ് ആണോ എന്ന് ശാന്തമായി നമുക്ക് ചിന്തിക്കാം. യേശുവിനെ കണ്ടപ്പോൾ, യേശുവിൻ്റെ യഥാർത്ഥ മെസ്സിയാഷിപ്പ് മനസ്സിലാക്കിയപ്പോൾ, ശമരിയക്കാരത്തെ സ്ത്രീ യേശുവിനെ അനുഗമിക്കുന്നു. താൻ അറിഞ്ഞ ആത്മീയ സത്യം ഗ്രാമത്തിൽ പോയി സുവിശേഷീകരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദർശനമാണ്, ആത്മഭാരമാണ്. ജോൺ ഹൈഡ് എന്ന് പറയുന്ന ഒരു വിഷ്ണുപ്രാർത്ഥി ചെറുപ്പക്കാരൻ, പിതാവേ എനിക്ക് ആത്മാക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ആത്മാക്കളെ പറ്റിയുള്ള ചിന്തയായിരുന്നു ജോൺ ഹൈഡിനെ ഭരിച്ചത്. ജോൺ നോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ ദേശം രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങുവാൻ സാധിക്കും? നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഭാരമായിരുന്നു ജോൺ നോസിനെ ഭരിച്ച. തനിപ്രകാരം പറയുന്നു, ദൈവമേ സ്കോട്ട്ലൻഡിനെ എനിക്ക് തരണമേ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ജോർജ് വൈറ്റ്ഫീൽഡ്, കർത്താവേ എനിക്ക് ആത്മാക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ആത്മാക്കളെ പറ്റി ഭാരം. വില്യം ബൂത്ത്, പ്രഭോ, ചിലർ സ്വർണം ആഗ്രഹിക്കുന്നു, ചിലർ കീർത്തി ആഗ്രഹിക്കുന്നാൽ എൻ്റെ ആഗ്രഹം ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വ്യത്യസ്ത തുറകളിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. നമുക്കെല്ലാം ഓരോ ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തെ യഥാർത്ഥമായി അനുഗമിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൂടി യേശുവിനെ സാക്ഷീകരിക്കുക. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ യേശുവിനോട് എന്തുഭേദമായി തീരുവാൻ വേണ്ടിയായിരിക്കണം നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത്. നമ്മളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ക്യാമ്പസ് മിഷണറിയായി കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ സാധിക്കും. ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ കമ്പനിയിൽ കർത്താവിന് വേണ്ടി സാക്ഷീകരിക്കാൻ സാധിക്കും. ഒരു പ്രൊഫഷണൽ മേഖലയായിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ ആ മേഖലയിൽ കർത്താവിനെ പ്രയോജനപ്പെടുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പൂർണ്ണ സമർപ്പണം, ഒരു പൂർണ്ണ കമ്മിറ്റ്മെന്റ്. യേശു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം. അതുകൊണ്ട് ഇന്ന് യാത്രയിൽ എൻ്റെ വചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ക്ഷണഭംഗൂലമായ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുവാനും പ്രസാദിപ്പിക്കുവാനും ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ.